പ്രഗ്നൻസി ആവാഞ്ഞിട്ട് നമ്മൾ സിമെന്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ പലപ്പോഴും മോട്ടിലിറ്റി ഓക്കെയാണ്, കൗണ്ട് ഓക്കെയാണ്, ഷേപ്പ് മോർഫോളജി ഓക്കെയാണ്. പക്ഷേ ഡിലേഡ് ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കാണാറുണ്ട് അല്ലേ? അതായത് സിമെന്റ് നമ്മൾ കട്ടി കൂടുതലാണെന്ന് പറയുന്നത്. അപ്പം നോർമലി സിമെന്റ് ഇജാക്കുലേറ്റ് ആയിട്ട് ഒരു 5 to 10 മിനിറ്റ്സിൽ അത് ലിക്വിഡ് ആവും. ഒരു 30 മിനിറ്റ്സിൽ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അബ്നോർമൽ ആണെന്ന് പറയും. ഇനി ഇത് ലിക്വിഡ് ആയില്ലെങ്കിൽ എന്താ പറ്റുക? ഇനീഷ്യലി ഉള്ള ജെൽ ഫോമിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതീന്ന് സിമെന്റിന്റെ ഉള്ളിലുള്ള സ്പേംസ് അത് അതീന്ന് റിലീസ്ഡ് ആയിട്ട് വേണം നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. സ്പേംസ് ചിലപ്പോൾ അവിടെ ട്രാപ്ഡ് ആയിട്ടിരിക്കാം. അത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാം, റൈറ്റ്? അപ്പം ഇതിന് കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഫാക്ഷൻ ഉണ്ടാക്കുന്നത് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ്. അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മെയിൽസിന്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇനി ഇൻ കേസ് നമുക്കൊരു ഐഡന്റിഫയബിൾ കറക്റ്റബിൾ ഫാക്ടർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഈ സിവനെ പുറത്തെടുത്ത് നമ്മൾ മാനുവലി ഇതിനെ ലിക്വിഫൈ ചെയ്ത് സ്പേംസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് യൂട്രസിന്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് IUI എന്ന് പറഞ്ഞ് OP ബേസിസിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് നമുക്ക് ഇങ്ങനെ ഡിലേഡ് ലിക്വിഫാക്ഷൻ ഉള്ളവരിൽ വളരെയധികം പ്രഗ്നൻസി റേറ്റ്സ് തരുന്ന ഒരു ഓപ്ഷനാണ്.